അപ്പോൾ ഞാനൊന്നൊരു വീഡിയോ കാണിക്കാൻ പോവുകയാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മുടെ തമറ് അതായത് ഈത്തപ്പന പൂത്തിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ പൂത്തിട്ടൊന്നും കൊണ്ട് പെട്ടെന്നൊന്നും കാ വരില്ല. അതിലേക്ക് ആൺപൂ വയ്ക്കാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ആൺപൂ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഈത്തപ്പനയിൽ ആൺപൂ വയ്ക്കും. അതായത് ഇതാണ് കേട്ടോ. ഇതിനെ കൊണ്ട് പനയിൽ വെക്കുമ്പോഴാണ് നമുക്ക് ഈത്തപ്പന കാണിച്ചു തരാം. അതിലേക്ക് പോവുകയാണ് കേട്ടോ. വഹിച്ചോണേ. ഇതൊക്കെ ഈത്തപ്പന കേട്ടോ. ഇതൊക്കെ ആൺപൂവൊക്കെ വെച്ചു. ഇതിൽ വയ്ക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അതില്ല, ഇപ്പോൾ അടുത്തൊരു 2-3 മാസം കഴിഞ്ഞാൽ ഈത്തപ്പഴമൊക്കെ റെഡിയാവും. നമ്മുടെ വീട്ടിലെ പരിസരം കേട്ടോ. അതിൻ്റെ ആ കൂമ്പിനെ പൊളിച്ചിട്ട് അതിൽ ആമ്പൂവിൻ്റെ ഒരു പൂവ് എടുത്ത് അതിൽ വയ്ക്കും. എങ്കിലേ നമുക്ക് ഈത്തപ്പന ശരിക്ക് കായ്ക്കത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാം തൊഴിഞ്ഞു പോകും. കണ്ടില്ലേ, ഞാനിപ്പോൾ കാണിച്ചു തന്ന പൂവിനെ അതിൽ 2-3 ഇതളെടുത്ത് അതിലോട്ട് വയ്ക്കും. അങ്ങനെയാണ് ഗൾഫിലൊക്കെ എല്ലായിടത്തും കണ്ടില്ലേ. ഇതിലെടുത്ത് അതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കും. അങ്ങനെ ഈത്തപ്പനയിൽ ആൺപൂവ് അതിൻ്റെ ഇടയിൽ കയറ്റിയിരിക്കും കേട്ടോ. തിരിഞ്ഞ പൂവിൻ്റെ ഇടയിലോട്ട് അങ്ങനെ പിടിച്ച് കെട്ടി വയ്ക്കും. ഇത് 3 മാസം കഴിയുമ്പോൾ അടുത്ത വീഡിയോ ആയി ഇടും കേട്ടോ. ഇത് നമ്മുടെ എൻ്റെ കപ്പീൻ്റെ വീടാണ് കേട്ടോ. കപ്പീൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിൽ തമർ തോട്ടം, ഈത്തപ്പന തോട്ടം കണ്ടില്ലേ. ഏതെങ്കിലും ഒരു പൂവിൻ്റെ ഇടയ്ക്ക് വെച്ചാൽ മതി, ആൺപൂവ്. ഞാനൊരു 2-3 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ പ്രസക്തി അടുത്ത വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണോ.